CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് പ്രധാന അജണ്ട. 3 ദിവസം നീളുന്ന യോഗം വിളപ്പിൽശാലയിലെ EMS അക്കാദമിയിലാണ് ചേരുന്നത്. ദില്ലിയിൽ ശൈത്യം കടുത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര കമ്മിറ്റി കേരളത്തിൽ ചേരാൻ തീരുമാനിച്ചത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആർ ഷെയ്ത്താണ് ചേരുന്നത്. ഷെയ്ത്ത്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ യോഗത്തിലെ പ്രധാന അജണ്ടകൾ? നിമേഷ്, ഗുഡ് മോർണിംഗ്. CPM-ന്റെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ, അതായത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടവ് നയം രൂപീകരിക്കലാണ് ഈ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ പ്രധാന അജണ്ട. സാധാരണ ഒരു 3 വർഷക്കാലത്തെ അടവ് നയം പാർട്ടി കോൺഗ്രസിലാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ അടവ് നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കാനുള്ളൊരു തീരുമാനം പിന്നീട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്നതിൻ്റെ ഒരു പൊതു ചർച്ചയായിരിക്കും കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കുക. എന്നാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ഈ എല്ലാ ഇടങ്ങളിലും മത്സരിക്കേണ്ടതില്ല എന്നൊരു ധാരണ, അത്തരം ആവശ്യം ഉന്നയിക്കുന്നവർ പാർട്ടിക്കകത്തുണ്ട്. ഉദാഹരണത്തിന് ബംഗാളിലും തമിഴ്നാട്ടിലുമൊക്കെ തന്നെ ഈ തൃണമൂൽ സഖ്യവുമായി കോൺഗ്രസ് ചേരാൻ ഒരുങ്ങുന്നുണ്ട്. തമിഴ്നാട്ടിൽ DMK സഖ്യവുമായി ചേർന്ന് മത്സരിക്കുന്നതാണ് CPM-ന് കുറച്ചുകൂടി നല്ലത്. ഇപ്പോഴുള്ള സീറ്റുകൾ നിലനിർത്താൻ സഹായകരമാകും എന്ന തരത്തിലുള്ള ചിന്തകളുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശിക കക്ഷികളുമായി സഹകരിച്ച് കൂടുതൽ സീറ്റ് നേടി ലോക്സഭയിലെ തങ്ങളുടെ പ്രാതിനിധ്യം കൂട്ടുക എന്നതാണ് ഇപ്പോൾ CPM-ൻ്റെ കാഴ്ചപ്പാട്. അതനുസരിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഈ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകും. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു പൊതു മാർഗനിർദ്ദേശം സംസ്ഥാന കമ്മിറ്റികൾക്ക് നൽകും. ഇപ്പോൾ പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലം എന്ന് പറയാവുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ പരമാവധി സീറ്റുകൾ ജയിക്കാൻ ഉതകുന്ന ഒരു തന്ത്രം സ്വീകരിക്കണമെന്ന ആലോചനയുണ്ട്. അത്തരം കാര്യങ്ങളും ചർച്ച ചെയ്യും. എന്തായാലും കേരളം, തമിഴ്നാട്, ഒപ്പം തന്നെ ബംഗാൾ, ത്രിപുര തുടങ്ങിയ സ്ഥലങ്ങളിൽ പാർട്ടി ഒരിക്കൽ കൂടി ശക്തി തെളിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. എന്നാൽ ബംഗാളിൽ ഇപ്പോൾ നിയമസഭയിൽ പ്രാതിനിധ്യം പോലും ഇല്ലാത്ത പാർട്ടിയാണ് CPM. എന്നാൽ തൃണമൂലുമായി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് സഹകരണത്തിന് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് പറയുന്നത്. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് ഈ ബംഗാളും ഒപ്പം തന്നെ തമിഴ്നാടും. അവിടങ്ങളിൽ പ്രാദേശിക കക്ഷികളുമായി സഹകരിച്ച്, ബംഗാളിൽ സാധ്യമല്ലെങ്കിലും തമിഴ്നാട്ടിൽ DMK-യുമായി സഹകരിച്ച് ഉള്ള സീറ്റുകൾ നിലനിർത്തുക എന്ന ആലോചനയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ തന്ത്രമായിരിക്കും CPM പയറ്റാൻ പോകുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും BJP വിരുദ്ധ മുന്നണിയുടെ ഭാഗമായി ഇന്ത്യ സഖ്യത്തിൻ്റെ ഉൾപ്പെടുന്ന കാര്യത്തിൽ കൂടുതൽ നിലപാടുകളും തീരുമാനങ്ങളും ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിൽ ലഭിക്കുന്ന വിവരം. മറ്റൊന്ന് ശ്രീത്ത, വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, വരും ദിവസങ്ങളിൽ എങ്ങനെ പ്രതിഷേധം കടുപ്പിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ടോ? നിമേഷ്, നേരത്തെ തന്നെ ഗവർണറുടെ നിലപാടിനെതിരെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും മറ്റും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ ഗവർണറെ നടപടികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും രാഷ്ട്രപതിക്കും മുഖ്യമന്ത്രി കത്തയച്ചിരുന്നു. ആ കത്തിൽ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇനി ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം കൃത്യമായി ഉന്നയിച്ചുകൊണ്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ സാധ്യതയുണ്ട്. ഇതിനുള്ള അനുമതിയും CPM കേന്ദ്ര നേതൃത്വം നൽകും. എന്നാൽ ഈ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഗവർണറുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന തീരുമാനം, ഗവർണറെ തിരിച്ചു വിളിക്കണം അല്ലെങ്കിൽ ഗവർണറുടെ നടപടി ശക്തമായി അപലപിക്കുന്ന ഒരു പ്രമേയം കേന്ദ്ര കമ്മിറ്റിയിൽ വരും. അത് അംഗീകരിച്ച് കൊണ്ടുള്ള ഒരു പ്രതികരണം കേന്ദ്ര നേതാക്കളുടെ ഭാഗത്തുണ്ടാകും. BJP സർക്കാരിൻ്റെ നയം നടപ്പിലാക്കാൻ അവരുടെ ഒരു ചട്ടുകമായി കേരളത്തിലെ ഗവർണർ പ്രവർത്തിക്കുന്നുവെന്ന വിമർശനമാണ് നേരത്തെ തന്നെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മറ്റും പ്രകടിപ്പിച്ചത്. ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും അദ്ദേഹം ഗവർണർക്കെതിരെ ഈ ബില്ലുകൾ ഒപ്പിടാത്ത സമീപനത്തിനെതിരെയും മറ്റ് ഗവർണറുടെ നിലപാടുകൾക്കെതിരെയും വിമർശനം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഗവർണർക്കെതിരായിട്ടുള്ള ഒരു പ്രമേയത്തിനും സാധ്യതയുണ്ട്. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് പ്രധാന അജണ്ട എന്നാണ് മനസ്സിലാക്കുന്നത്.